യൂട്യൂബിലൊക്കെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നൊരു ജ്യൂസാണ് ഇത്. പക്ഷേ എനിക്കിതുണ്ടാക്കാൻ കുറച്ച് പേടിയായിരുന്നു കേട്ടോ. കാരണം ഇതിനകത്തിലെ ഇൻഗ്രീഡിയൻസ് തന്നെ. കാരണം അതൊട്ടും ഒരു മാച്ച് ആവാത്ത പോലെ എനിക്ക് തോന്നി. ഈ ഒരു പൈനാപ്പിളിൻ്റെ കൂടെ നമ്മൾ പൈനാപ്പിൾ ദേ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം ചേർക്കുന്നത് എന്താണെന്നറിയോ? നാളികേരമാണ് കേട്ടോ. നാളികേരം 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഐസ് ക്യൂബും പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു ഏലക്കയുടെ അരിയും കൂടെ ചേർത്ത് കൊടുത്ത് അതെല്ലാം കൂടെ ദേ ഇതുപോലെ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ ദേ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്താൽ നമുക്ക് നല്ല ഒരു ജ്യൂസാണ് കേട്ടോ കിട്ടുന്നത്. നല്ലൊരു പ്രത്യേകതരം ടേസ്റ്റും ഉണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഈ തേങ്ങാപ്പാലിൻ്റെ ഒരു ചെറിയ കുത്തൽ ഫീൽ ചെയ്തു കേട്ടോ. ഈ ഒരു പൈനാപ്പിളുമായിട്ട് ഈ തേങ്ങാപ്പാൽ ഒന്ന് മാച്ച് ആവാത്തതുപോലെ ഫീൽ ചെയ്തു. പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാവരും കുടിച്ചു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഒന്നുണ്ടാക്കി നോക്കി കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ്.